ഡിയിലെ 2-ാം ദിവസത്തെ പരിശീലന ശേഷം ഞങ്ങളെല്ലാവരും കൂടി കാഞ്ചീപുരത്തേക്ക് പുറപ്പെട്ടു. മകുടപതി സാധുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര. വഴിയരികിൽ സ്കൂൾ വിട്ടുപോകുന്ന കുട്ടികളെ കാണാം. പഴയകാലത്ത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ധരിച്ചിരുന്ന ഹാഫ് സാരിയും മറ്റും ധരിച്ച് പലരും പോകുന്നത് കാണാൻ കഴിയും. വൈകുന്നേരത്തോടു കൂടി കാഞ്ചീപുരം ക്ഷേത്രനടയിൽ എത്തി. ഏകാംബരേശ്വരനാഥ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. 1000 ക്ഷേത്രങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഏകാംബരേശ്വരനാഥ ക്ഷേത്രം, കൈലാസനാഥ ക്ഷേത്രം, വരദരാജ പെരുമാൾ ക്ഷേത്രം, കാമാക്ഷിയമ്മൻ ക്ഷേത്രം എന്നിവ. അതിൽ ഏകാംബരേശ്വരനാഥ ക്ഷേത്രത്തിലാണ് ആദ്യം ഞങ്ങൾ എത്തിച്ചേർന്നത്. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു. BC-യിലും മറ്റും തമിഴ് വ്യാകരണ ഗ്രന്ഥമായ പതഞ്ജലിയിലും മറ്റും ഇതിനെക്കുറിച്ച് പരാമർശമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. പല്ലവ, ചോള, വിജയനഗര സാമ്രാജ്യങ്ങളുമായി ഇതിൻ്റെ നിർമ്മാണത്തിനും പല ഘട്ടത്തിലെ വാസ്തുശില്പ വൈവിധ്യത്തിനും ബന്ധമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ ശിവനെ പൃഥ്വിലിംഗമായി ആണ് ആരാധിക്കുന്നത്. പാർവതിയെ ഇളവർ കുഴലി എന്ന് അറിയപ്പെടുന്നു. ഏകാംബരേശ്വരൻ എന്ന് പറഞ്ഞാൽ ദ ലോർഡ് ഓഫ് മാംഗോ ട്രീ എന്നും, ഇളവർ കുഴലി എന്നാൽ അഴകിയ കൂന്തൽ ഉള്ളവൾ എന്നുമാണ് അർത്ഥം. പാർവതിക്ക് ശിവനിലുള്ള തപസ്സിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ക്ഷേത്രം കൂടി ആണിവിടെ. ഇതിനകത്ത് 3500ഓളം വർഷം പഴക്കമുള്ള ഒരു മാവ് ഉണ്ട്. ഇതിൽ നിന്നും 4 തരത്തിലുള്ള രുചിയുള്ള മാങ്ങകൾ ലഭിക്കുന്നു. ഇത് 4 വേദങ്ങളെ പ്രതിനിധീകരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പല്ലവരാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടർന്ന് ചോള രാജവംശകാലത്തും വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. 1000 പില്ലറുകളുടെ നിർമ്മാണം നടത്തിയത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയ ഗോപുരമായ തെക്കേ ഗോപുരം 59 മീറ്റർ ഉയരമുള്ളത് നിർമ്മിച്ചത് കൃഷ്ണദേവരായരുടെ കാലത്ത് ആണെന്നും വിശ്വസിക്കപ്പെടുന്നു. സ്ഥലങ്ങളിൽ 4 തമിഴ്നാട്ടിലാണ് ഉള്ളത്. ഇതിനെ കൂടാതെ തിരുച്ചിറപ്പള്ളിയിലെ ജംബുകേശ്വര ക്ഷേത്രം, തിരുവണ്ണാമലയിലെ അരുണാചലേശ്വര ക്ഷേത്രം, ചിദംബരത്തെ തില്ലൈ നടരാജ ക്ഷേത്രം എന്നിവ പഞ്ചഭൂത സ്ഥലങ്ങളിൽ പെടുന്നതാണ്. കൂടാതെ 5ാമത്തെ പഞ്ചഭൂത സ്ഥലം ആന്ധ്രയിലെ കാളഹസ്തീശ്വര ക്ഷേത്രമാണ്. 1 ഏക്കറിലധികം ഉള്ള സ്ഥലത്തായി പരന്നു കിടക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൻ്റെ അഭിമാനമായ ആദിശങ്കരാചാര്യയും കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടുന്നു. ആദിശങ്കരാചാര്യർ 10ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിയതായും ഈ ക്ഷേത്രത്തിൻ്റെയും കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെയും വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൻ്റെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പ്രവൃത്തികൾ ചെയ്തതായും വിശ്വസിക്കപ്പെടുന്നു. ഫ്രീയായി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഇടനാഴിയിലൂടെ സഞ്ചരിച്ചാൽ 108 തരത്തിലുള്ള ശിവലിംഗം നമുക്ക് കാണാൻ കഴിയും. പ്രാധാന്യം കൊണ്ടും വാസ്തുവിദ്യാ മികവും കൊണ്ടും ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കാഞ്ചീപുരം ക്ഷേത്രം. യാത്ര കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിലേക്ക് ആയിരുന്നു. കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിനു ഉള്ളിൽ ക്യാമറകൾ ഉപയോഗിക്കുന്നത് വിലക്കിയിരിക്കുന്നതിനാൽ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് പകർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കാഞ്ചി കാമകോടി പീഠവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണാം. അവിടുത്തെ തെരുവോരങ്ങളും കച്ചവടവും ഒക്കെ വളരെ ആകർഷണീയമായ ഒന്നായിരുന്നു. ത്തെ പ്രതിഫലിപ്പിക്കുന്ന പേരുകളുള്ള നമ്മുടെ സഹയാത്രികൾ ഞങ്ങൾക്ക് ഏറെ അഭിമാനം പകർന്നു വന്നു. മകുടപതി, തമിഴരശി, അറിവഴകൻ, മാതേശ്വരൻ തുടങ്ങിയ പേരുകളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ യാത്ര കാഞ്ചീപുരം പട്ട് വിൽക്കുന്ന കടയിലേക്കായിരുന്നു. കാഞ്ചീപുരം സിൽക്ക് സാരികൾക്ക് വളരെ പ്രശസ്തമാണ്. ചെറിയ ഇടവഴികളിലൂടെ അഗ്രഹാര തെരുവുകളിലൂടെയുള്ള ആ യാത്ര അത്തരം നെയ്ത്ത് കേന്ദ്രങ്ങളിലേക്കും വിൽപ്പന കേന്ദ്രങ്ങളിലേക്കുമായിരുന്നു. ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ള കാഞ്ചീപുരം സാരി വാങ്ങുന്നതിനായി നിരവധി പേർ ഒപ്പം ചേർന്നു. 6000 രൂപ മുതൽ വിലയുള്ള സാരികൾ അവിടെ പ്രദർശിപ്പിച്ചു. പലരും വാങ്ങി. ഉള്ളവരിൽ ആന്ധ്രയിൽ നിന്നുള്ളവരാണ് പ്രധാനമായും സാരികൾ വാങ്ങിയത്. 8:30 അവിടെ നിന്ന് ഞങ്ങൾ തിരികെ പുറപ്പെട്ടു.